നമസ്കാരം. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു. ഇന്ന് നമ്മുടെ തുറമുഖത്തിന്റെ 1000 കപ്പൽ, അതിന്റെ 1000 തിരി അതിലൂടെ നിർമ്മിക്കപ്പെട്ട ഒരു കപ്പൽ ഇന്നലെ വൈകുന്നേരം അത് സംബന്ധിച്ചിട്ടുള്ള പരിപാടികൾ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നു. ആദ്യം നമുക്ക് ആ റിപ്പോർട്ട്, ആ കഥകൾ അതൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് റിപ്പോർട്ടിലോട്ട് വരാം. ഈ വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരാളിൻ്റെ ചുവരിലൂടെ ഇങ്ങനെ ഓടി ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനയാണ്. അതിലെല്ലാവരും, അതിലെ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരാളല്ല, ഏലിയ സ്റ്റോൺ എന്ന് പറയുന്ന ഒരാളിൻ്റെ പുറകിലേക്ക് പല കാലഘട്ടത്തിൽ വന്നുപോയി മാറി നിന്നും കൂടെ നിന്നും ഒക്കെ വന്ന ഒരു ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് വിമാട്ട് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ തുറമുഖത്തെ സംബന്ധിച്ച ഒരു മികച്ച കമ്പാരിസൺ അതായിരുന്നു ഇന്ന് നൽകാനിരുന്ന സ്റ്റോറി. പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരാളുടെ പ്രതികരണം കണ്ടപ്പോൾ അത് തന്നെ വിശദീകരിച്ചിട്ട് മതിയല്ലോ. നമ്മുടെ ഈ നേട്ടങ്ങൾ പറയുമ്പോൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് കൃത്യമായ ഒരു വേർതിരിവ്, കൃത്യമായ വ്യത്യാസം ഇനിയുള്ള തലമുറയെങ്കിലും അത് മനസ്സിലാക്കണം, ബോധ്യമാകണം. തോമസ് ചെറിയാൻ എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടെന്ന്, ഇതേ അഭിപ്രായം തന്നെ ഇതിനു മുമ്പും ഇദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. This man, Yudas, this man was against private sector doing the port in Viഴിഞ്ഞം. In case public sector would have done it, it would have killed the port. Today he is trying to be the father of the port. ഞാൻ എവിടെയും ഈ തുറമുഖത്തിന്റെ പിതാവാണ് എന്നൊരിക്കലും അവകാശപ്പെട്ടിട്ടില്ല, അവകാശപ്പെടുന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്കാണ് അതിന്റെ പൈതൃകം. ഇതിന്റെ പിതൃത്വം ഈ നാട്ടുകാർക്കും ഈ ജനങ്ങൾക്കുമാണ്. കാരണം ഇത് ഗവൺമെന്റ് ഉത്തരവിലൂടെ വന്നതല്ല. 30 വർഷത്തെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഒടുവിൽ, പോരാട്ടത്തിന് നിരവധി ആളുകൾ, തിരുവനന്തപുരം ജില്ലക്കാരല്ല, കേരളം മുഴുവനും ഉള്ളവരല്ല, കേരളത്തിന് പുറത്തുള്ളവർ, മറുനാട്ടുകാർ, സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും ഇരിക്കുന്ന അന്നാട്ടുകാർ, ഒരുപാട് പേരുടെ പ്രയത്നത്തിന്റെ ഒടുവിലാണ് 2014-15 മന്ത്രിസഭയുടെ കാലത്ത് തീരുമാനമുണ്ടാകുന്നത്. അതല്ല വിഷയം. വിഷയം ഈ കത്താണ്. ദിസ് മാൻ വാസ് അഗൈൻസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ഡൂയിങ് ദ പോർട്ട് ഇൻ വിഴിഞ്ഞം. വാസ്തവത്തിൽ എനിക്ക് ഈ തോമസ് ചെറിയാനോട് ഒരു നന്ദി ആണ് രേഖപ്പെടുത്താനുള്ളത്. കാരണം അദ്ദേഹത്തിന് അപ്പൊ തന്നെ ബാബു ഒരു കൃത്യം മറുപടി കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറം കുറച്ചുകൂടി വിശദമായ മറുപടികൾ ഇതിനകത്തുണ്ട്. ഒരു ഘട്ടത്തിലും ഇത് പൊതുമേഖല ഇൻ ദ സെൻസ് KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ KSEB തുടങ്ങിയ മോഡലിൽ ഈ തുറമുഖം നിർമ്മിക്കണമെന്ന് ഒരു നിമിഷം പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് ബോധപൂർവം ഇവിടെ നടന്ന ജനകീയ മുന്നേറ്റത്തെ കരുതേച്ച് കാണിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ വെച്ച ബദൽ നിർദ്ദേശം എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ സിയാൽ മോഡലാണ്. ഒരു സ്വകാര്യ പങ്കാളി നിർബന്ധമായും ഉണ്ടാകണം. പക്ഷെ പോർട്ടിന്റെ ഉടമസ്ഥത സർക്കാരിനായിരിക്കണം. ഗവൺമെന്റ് നിർമ്മിക്കണം. ബ്രേക്ക് വാട്ടർ ഇപ്പൊ ഗവൺമെന്റ് പൈസ കൊടുക്കുന്നു, അദാനി നിർമ്മിക്കുന്നു. ഇതൊരു ടെൻഡർ വിളിച്ചാൽ ആര് വേണമെങ്കിലും വന്ന് ചെയ്തു കൊടുക്കും. വ്യത്യാസം എന്താണ്? തുറമുഖത്തിന്റെ ആദ്യ ദിവസത്തെ വരുമാനം പോലും ഗവൺമെന്റിന് വരുമായിരുന്നു. മാത്രമല്ല, ഈ തുറമുഖത്തിന്റെ ഉടമസ്ഥത, ഷെയർ എടുക്കാനുള്ള അവകാശം
ഇവിടുത്തെ സാധാരണക്കാർക്ക് നൽകണം. നിങ്ങൾക്കറിയാമോ മിസ്റ്റർ തോമസ് ചെറിയാൻ, നിങ്ങൾക്ക് ഈ തുറമുഖത്തിൽ നിന്ന് 5 പൈസയോ 5 രൂപയോ 50 രൂപയോ കിട്ടിയില്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന വകയെല്ലാം നിങ്ങൾക്കുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ ഭാഷയിൽ എഴുതില്ല. നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ലാലനെ അറിയാമോ? ചോര തൊപ്പി ഒരു കൂര പോലുമില്ലാതെ അനാഥനായി നടക്കുന്ന ലാലൻ ഈ തുറമുഖത്തിന് വേണ്ടിയാണ് ചോര തുപ്പിയത്. ടെഡി ഗോമസ് മർദ്ദനമേറ്റ് ഒരു രോഗിയായി ഇപ്പോഴും ജീവിക്കുകയാണ്, തുറമുഖത്തിന് വേണ്ടിയാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ നിരവധി പേർ, അവരുടെ എല്ലാം ആഗ്രഹമായിരുന്നു അവർക്ക് ഈ തുറമുഖത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം. ഇന്ന് 20 ലക്ഷം കണ്ടെയ്നർ പിന്നിട്ടു, 1000 കപ്പലെടുത്തു. 5 പൈസയുടെ വരുമാനം നിങ്ങൾക്കോ ഈ നാട്ടുകാർക്കോ ഉണ്ടോ? നിങ്ങളാണ് അതിനുത്തരം ആദ്യം പറയേണ്ടത്. കാരണം നമുക്ക് അറിവില്ലാത്ത കാലത്ത് നമ്മൾ പൊതുമേഖല എന്ന് പറയുന്നതാണ് സൊല്യൂഷൻ എന്ന് വിശ്വസിച്ച് അത്തരം നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇന്ന് നമ്മുടെ മുന്നിൽ പല മാർഗങ്ങളുണ്ട്. ജനങ്ങളുടെ ഉടമസ്ഥതയിൽ തന്നെ ഇത് നിർമ്മിക്കാം. അദാനി തന്നെ ഓപ്പറേറ്റ് ചെയ്യണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ പോലും ഞങ്ങളുടെ നിലപാട് ദുബായിയോ സിംഗപ്പൂരോ പോലുള്ള പോർട്ടുകൾ ഇവിടെ വന്ന് ഏറ്റെടുത്ത് നടത്തുന്നതിനേക്കാൾ വ്യക്തമായി ആവർത്തിച്ചു പറയുകയാണ്, വിദേശ കമ്പനികൾ നമ്മുടെ തുറമുഖം ഏറ്റെടുത്ത് നടത്തുന്നതിനേക്കാൾ അദാനിയെ പോലുള്ള ഒരു ഇന്ത്യക്കാരൻ, അത് അദാനിയാവാം, JSW ആവാം, ബക്ഷിയാവാം, JM ബക്ഷിയാവാം, ആര് വേണമെങ്കിലും ആവാം, അങ്ങനെയുള്ള ഒരു ഇന്ത്യക്കാരൻ നമ്മുടെ തുറമുഖം ഏറ്റെടുത്ത് നടത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള നിലപാട് എഴുതി രേഖപ്പെടുത്തിയ നോട്ടീസുകൾ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ പറയുന്നത് ദിസ് മാൻ വാസ് എഗൻസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ഡൂയിങ് ദ പോർട്ട് ഇൻ വിഴിഞ്ഞം. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ജനങ്ങൾക്ക് ഒരു പങ്കുമില്ലാത്ത ഒരു തുറമുഖം. അന്നും ഇന്നും ആ നിലപാട് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പലരും ഉണ്ടാകും, അക്കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണ്ട. ഞങ്ങളുടെ അന്നത്തെ നിലപാടും ഇന്നത്തെ നിലപാടും ഈ തുറമുഖം സിയാൽ മോഡൽ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന സിയാൽ മോഡലിൽ ഓരോ വർഷവും ലാഭവിഹിതം ഓഹരി ഉടമകൾക്ക് ലഭിക്കുന്ന വിധത്തിൽ ഇതിനെ സ്ട്രക്ചർ ചെയ്യാമായിരുന്നു. ഈ പ്രോജക്റ്റിനെ സ്ട്രക്ചർ ചെയ്തിട്ട് നിങ്ങൾ അദാനിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈനംദിന പ്രവർത്തനങ്ങൾ മുഴുവൻ അദാനി നടത്തട്ടെ, യാതൊരു തർക്കവുമില്ല. പക്ഷേ അല്പം ഓഹരി, 10 രൂപയുടെ ഷെയർ, 50 രൂപയുടെ ഷെയർ, 100 രൂപയുടെ ഷെയർ, 1000 രൂപയുടെ ഷെയർ, 10,000 രൂപയുടെ ഷെയർ, 1 ലക്ഷം രൂപയുടെ ഷെയർ, എത്ര പേർക്ക് ഷെയർ എടുക്കാമായിരുന്നു? അങ്ങനെ നിർമ്മിച്ചിരുന്നെങ്കിൽ തലമുറകൾ നമ്മളെ നന്ദിയോടെ സ്മരിക്കുമായിരുന്നു. കാരണം ഇത്രയും ഒരു വമ്പൻ പ്രൊജക്റ്റിൽ ഞങ്ങൾക്കൊരു ഓഹരി കരുതി വെച്ചല്ലോ ഞങ്ങളുടെ പിതാമഹന്മാർ എന്നവർ നന്ദിയോടെ നമ്മളെ കുറിച്ച് പറയുമായിരുന്നു. നാളെ കേരളത്തിൽ ജനിക്കുന്നവർ മാത്രമല്ല, ഇന്ത്യയിൽ ജനിക്കുന്നവർ ഈ തലമുറ, എന്റെ തലമുറയെ ശപിക്കും. കാരണം ഇതൊരു സ്വകാര്യ മുതലാളിക്ക് തീറെഴുതി കൊടുത്തു. അതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് തന്നെയാണ് അന്നും ഇന്നും ഇപ്പോഴും. ഈ കരാറ് ജനങ്ങൾക്ക് പ്രയോജനകരമല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ തെളിവ് സിയാലിന്റെ കണക്കിലൂടെ വ്യക്തമാക്കാം. സിയാൽ എന്ന് പറയുന്ന കമ്പനിയുടെ കണക്ക് നോക്കുമ്പോൾ 33,000 പേരാണ് ഷെയർ ഹോൾഡേഴ്സ്. അതിൽ 25% പേർ ഈ നാട്ടിൽ മലയാളികളാണ്, ഇവിടെ ഉള്ളവരാണ്. NRI, പണമുള്ള NRIs എന്ന് പറയുന്നവര് 20%. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് 33%, ഇന്ത്യൻസ് 25%, NRI 20.57, ഗവൺമെന്റ് കമ്പനീസ് 8.46, കോർപ്പറേറ്റ് ബോഡീസ് 6.85, ബാങ്ക്സ് 4.89, അതേഴ്സ് 0.13. ഇങ്ങനെയുള്ള ഒരു സക്സസ് മോഡൽ കേരളത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒറ്റയാൾക്ക് മാത്രം ഇതിന്റെ എല്ലാ വളർച്ചയും എല്ലാ ആനുകൂല്യങ്ങളും ഒരു കമ്പനിക്ക് മാത്രം ലഭിക്കണം എന്ന് പറയുന്ന തരത്തിൽ ഇവിടെ തീരുമാനമെടുക്കപ്പെട്ടത്. 2024-25 നെറ്റ് പ്രോഫിറ്റ് 489.84 കോടി ലാഭം മാത്രമാണ്. അതിന്റെ 50% ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ഏകദേശം 240 കോടി വീതം വെച്ചു കൊടുത്താൽ പലർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്ന തരത്തിൽ കേരളത്തിലൊരു മോഡൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മുതലാളിക്ക് മാത്രമായിട്ട് ഈ തുറമുഖം, സ്വകാര്യ മുതലാളിക്ക് എതിരായതുകൊണ്ടല്ല,
സ്വകാര്യ മുതലാളിക്ക് നൽകണം എന്നുള്ള നിലപാട്, ഒപ്പം ഈ പറയുന്ന 25% ഓഹരി നാട്ടുകാർക്ക് വീതം വയ്ക്കുന്ന തരത്തിൽ എന്തുകൊണ്ട് ഈ പ്രോജക്റ്റ് റീസ്ട്രക്ചർ ചെയ്തില്ല എന്നുള്ളതിന്റെ പേരിൽ 5 ദിവസം നിരാഹാര സമരം കിടന്നയാളാണ്. അത് വളരെ സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും കൂടി ഇപ്പോൾ ഏറ്റുപറയുന്നു. അങ്ങനെ സമരം ചെയ്ത ആളുകളാണ് ഞങ്ങൾ. എന്തിനു വേണ്ടിയാണ്? ഈ നാടിന് വേണ്ടി. ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് അന്നത്തെയും ഇന്നത്തെയും നിലപാട്. അതിനകത്ത് ഒരു വെള്ളം ചേർക്കാനും ഞങ്ങൾ അന്നും തയ്യാറല്ല, ഇന്നും തയ്യാറല്ല. ഇന്നലെ 1000 ദിവസം ഇവിടെ ആഘോഷിക്കുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച്, അതിനുവേണ്ടി ഇപ്പോഴും 500 രൂപയും 1000 രൂപയും ഒക്കെ സംഭാവന ചെയ്ത് 5000 രൂപ വരെ സംഭാവന ചെയ്തവരുണ്ട്. അവരിപ്പോഴും കയ്യിൽ നിന്ന് പൈസ മുടക്കുമ്പോൾ എന്താണ് അവർക്ക് തിരിച്ചു നൽകാൻ കഴിയുന്നത്? ഏതെങ്കിലും കാലത്ത് ഇവിടെ ഉണ്ടാകാവുന്ന ഒരു ലാൻഡ് സൈഡിൽ ഉണ്ടാകാവുന്ന ഒരു വളർച്ചയുടെ അനുരണനത്തിന്റെ ഭാഗമായി എന്തെങ്കിലും കിട്ടിയാൽ കിട്ടും എന്നുള്ളതല്ലാതെ കൃത്യമായി നിയമപരമായി 5 പൈസ കിട്ടാനുള്ള യാതൊരു മാർഗവും ഈ കരാറിലില്ല എന്നുള്ളിടത്താണ് ഞങ്ങൾ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി അന്നും ഇന്നും ആ നിലപാടിൽ നിൽക്കുന്നത്. അപ്പോഴും അതിന്റെ പേരിൽ കേരളത്തിൽ തുടർന്നു വന്നുകൊണ്ടിരുന്ന സമര കോലാഹലം സൃഷ്ടിക്കാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി. ഗവൺമെന്റ്, നിലവിലുള്ള ഒരു ഗവൺമെന്റ് ഒരു കരാറുകാരന് അത് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ അത് പരാജയപ്പെടുത്തി തോൽപ്പിക്കണം എന്ന് പറയുന്ന ഒരു നയം പ്രതിപക്ഷ പാർട്ടികളുടേതാണ്. ജനപക്ഷം എന്ന് പറയുന്ന ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല. അങ്ങനെ ചെയ്തു, ഞങ്ങൾ ചർച്ച ചെയ്തു, ഈ വിഷയം ചർച്ച ചെയ്തു, വിമാക്ക് 2ആയി പിളർന്നു. എന്നിട്ടും ഈ കരാറുമായി മുന്നോട്ട് പോകുന്നതിനെ അനുകൂലിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലം സമൂഹത്തിലുണ്ടാകും. അതിന്റെ ഫലത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ട്രിവാൻഡ്രം ഓഫ് ഷോർ പോർട്ട് പ്രൊജക്ട് ടോപ്പ് ഇന്നുള്ള തുറമുഖത്ത് നഷ്ടപ്പെട്ടത് അടുത്തൊരു പ്രൊജക്ടിലൂടെയെങ്കിലും നേടിയെടുക്കാൻ നിർബന്ധമായും കേരളീയരുടെ, ഇന്ത്യക്കാരുടെ പങ്കാളിത്തത്തോടെ വേണം ഇനിയുള്ള ഓഫ് ഷോർ ഡെവലപ്മെന്റ് പ്രൊജക്ട് ചെയ്യുവാൻ എന്നുള്ള ശക്തമായ നിലപാടും ഈ അവസരത്തിൽ ആവർത്തിക്കുകയാണ്. ഇന്നലത്തെ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ശ്രീ മോഹൻകുമാർ, ആളും അർത്ഥവും നൽകി സഹകരിച്ച എല്ലാവർക്കും, ഇനിയും നമുക്ക് ഒരുപാട് പടവുകൾ, ഇതുപോലുള്ള മൈൽ സ്റ്റോണുകൾ പിന്നിടാനുണ്ട്. വിശദമായൊരു റിപ്പോർട്ട് നാളെയോ മറ്റന്നാളോ നൽകാം. അങ്ങനെ ഈ പരിപാടി വിജയിപ്പിച്ച എല്ലാവരോടുമുള്ള നന്ദി വിമാക്കിന്റെയും സെയിലിംഗ് കമന്ററിയുടെയും പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു.